ഒരിക്കൽ കൂടി സന്തോഷം. പിന്നെ എൻ്റെ അടുത്ത് ചില ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ എന്തിനാണ് മറ്റ് ഭാഷകളിൽ പോയിട്ട് ഈ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നൊരു കാര്യം അതാണ്, നമ്മളെ മറ്റ് ഭാഷയിൽ അവർ വിളിക്കുക, അവർ സ്വീകരിക്കുക, അവർക്ക് ഇഷ്ടപ്പെടുക, നമ്മൾക്ക് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ പറ്റുക, അതൊക്കെ ഭാഷ ഏതായാലും അവർ നമ്മുടെ മലയാളത്തിന് തരുന്ന സ്നേഹമാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുക. അല്ലാതെ എനിക്ക് തരുന്ന സ്നേഹമല്ല. തെലുങ്കിലായാലും കന്നഡത്തിലായാലും ഞാനിപ്പോൾ പോകുമ്പോൾ ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ അവരെനിക്ക് തരുന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ അവർ തരുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് തരുന്ന സ്നേഹമാണ്. ഞാനത് എൻജോയ് ചെയ്യാണ്. ഞാൻ ഓരോരുത്തരോടും പറയുന്നതാണ്, നമ്മൾ എന്ത് ജോലി ചെയ്താലും, അത് ചെറുതായാലും വലുതായാലും എന്ത് ജോലി ചെയ്താലും നമ്മളത് ആദ്യം എൻജോയ് ചെയ്യുക, നമ്മൾ സന്തോഷിക്കുക ആ ജോലിയിൽ. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് എത്രയോ പേര് ചോദിക്കാറുണ്ട്, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പേ ചോദിക്കാറുണ്ട്, ഈ അമ്പലപ്പറമ്പിലൊക്കെ ചെണ്ട കൊട്ടാൻ. ഞാൻ പറഞ്ഞു, അതിൽ ഞാൻ കണ്ടെത്തുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് എനിക്ക് ഒരു ഉത്സവ പറമ്പിൽ എനിക്ക് 10,000-കണക്കിന് ആളുകളുടെ നടുക്കുന്ന ചെണ്ട കൂട്ടുന്നത്. അപ്പോൾ എൻ്റെ ജോലി അത് എന്തായാലും ഞാൻ ആദ്യം ചെയ്യാറുണ്ട്. അത് ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാനത് സ്വപ്നം കാണാറുണ്ട്. ആ സ്വപ്നങ്ങളാണ് എന്നെ മുമ്പോട്ടേക്ക് നയിക്കുന്നത്. ഒരുപാട് 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 സന്തോഷം. വീണ്ടും ഒരുപാട് സിനിമകൾക്കായിട്ട്, പല ഭാഷകളുള്ള സിനിമയ്ക്കായിട്ട് ഇതേപോലെ ഇതേ വേദിയിൽ വന്ന് നിൽക്കാൻ സാധിക്കട്ടെ. താങ്ക് യു വൺസ് അഗൈൻ ആൻഡ് ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്. ചേട്ടൻ നമ്മളെ ഞെട്ടിച്ചിട്ടാണ് പോയി.